الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാന്റെ തൊട്ട് മുമ്പിലാണ് നമ്മളുള്ളത്. അടുത്ത വെള്ളിയാഴ്ചൻ്റെ മുമ്പ് തന്നെ ഇൻഷാ അല്ലാഹ് റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കും. പരിശുദ്ധ ഖുർആനെ പറ്റി സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറഞ്ഞൊരു വചനമാണ് ഞാനിവിടെ തുടക്കത്തിൽ കേൾപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങളെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാവാൻ വേണ്ടി, നോമ്പ് വഴി നിങ്ങൾക്ക് തഖ്വയുണ്ടാവും. പരിശുദ്ധ റമദാൻ മാസത്തിലെ നോമ്പിന്റെ അന്തസ്സത്തെയാണ് ഇവിടെ പറഞ്ഞത്. അതിന്റെ ലക്ഷ്യം എന്താണ്? തഖ്വയുണ്ടാവുക എന്നുള്ളതാണ്. നമ്മളത് എത്ര സൂചിപ്പിച്ചാലും മതിയാത്തൊരു വിഷയമാണ്. പരിശുദ്ധ ഖുർആൻ അനേകം സ്ഥലത്ത് തഖ്വയെ പറ്റി പറയുന്നുണ്ട്. ഹദീസുകളിലും കണ്ടമാനം ആ വിഷയം കാണും. കാരണം നമ്മുടെ ബാഹ്യമായ പ്രവർത്തനമല്ല അല്ലാഹ് നോക്കുക. ഇപ്പൊ നോമ്പ് തന്നെ, നോമ്പ് വന്നാൽ ഇനിയിപ്പോൾ ഭക്ഷണം പറ്റൂല, വെള്ളം പറ്റൂല, നമുക്കറിയാലോ. ഫജ്റിന്റെ ബാങ്കിന്റെ മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കൽ നിൽക്കണം. പിന്നെ മഗ്രിബ് വരെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല. എന്നാൽ അത് ബാഹ്യമായ നോമ്പിന്റെ ഒരു കാര്യമാണ്. അതിന്റെ അന്തസ്സത്തെ പറ്റി ആണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞത്. അതിന്റെ അന്തസ്സത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ? മല്ലം യത് ഖൗല സൂർ വൽ അമല ബിഹി, കള്ളവർത്തമാനം, കള്ളസാക്ഷ്യം, കള്ളപ്രവർത്തനങ്ങൾ, അങ്ങനെ മോശമായി ജീവിക്കുന്ന ജീവിതം ഒരാൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തഅമഹു വശറാബഹു, അവൻ ഭക്ഷണം ഒഴിവാക്കണമെന്ന് അള്ളാഹ്ക്ക് ഒരു ആവശ്യമില്ല. അവൻ വെള്ളം കുടിക്കാതെ ദാഹിച്ചു നിൽക്കണം എന്ന് ഒരാവശ്യം അള്ളാഹ്ക്കില്ല. അതുപോലെ ചില നോമ്പുകാരെ പറ്റി നബി തിരുമേനി പറഞ്ഞത്, വഖമ്മിൻ സ്വായിം, എത്ര നോമ്പുകാരാണ്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലല്ലമൗ, അവനവന് നോമ്പ് കൊണ്ട് കിട്ടുന്നത് ദാഹവും വിശപ്പും മാത്രമാണ്, വേറൊന്നും കിട്ടൂല. അതെന്താ? നോമ്പിന്റെ അന്തസ്സത്ത എന്താണെന്ന് മനസ്സിലാക്കാതെ, അതും സാധാ മാസം പോലൊരു മാസം,
അതങ്ങനെയാണ് കടന്നുപോയി. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും അവർക്കതുകൊണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ ഇസ്ലാമിൻ്റെ ആരാധനകളൊക്കെ നമ്മളെ നന്നാക്കാനുള്ളതാണ്. അതിൽപ്പെട്ടൊരു പ്രധാന ആരാധനയാണ് നോമ്പ്. അത് നമ്മളെ നന്നാക്കിയിരിക്കണം, അത് നമ്മളെ നന്നാക്കാനുള്ളതാണ്. അതില്ലെങ്കിലോ അതിൻ്റെ ലക്ഷ്യമല്ല. അന്തസ്സത്തെ തഖ്വ, ഒരിക്കൽ നബി തിരുമേനി പറഞ്ഞ തഖ്വ ഹാഹുന എന്ന് പറഞ്ഞിട്ട് നെഞ്ചിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ബാഹ്യമായ പ്രവർത്തനങ്ങളോ നമ്മുടെ കാട്ടിക്കൂട്ടലുകളോ ജനങ്ങൾക്കിടയിൽ ചിലപ്പോൾ നമ്മൾ വളരെ നല്ല ആളായിരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളു മോശമാണെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതെപ്പോഴാണ് മനസ്സിലാവുക? ഇവിടെ പലർക്കും പലരെ പറ്റിയൊന്നും അറിയില്ല. ഓരോരുത്തർ ഉള്ളുകള്ളികളൊന്നും അറിയില്ലല്ലോ. ബാഹ്യമായി വളരെ ഉഷാറായിരിക്കും. ആരാധനകളുണ്ട്, മറ്റതുണ്ട്, വേണ്ടാത്തിലൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാലും ഭയപ്പെടേണ്ടത് ഓരോരുത്തരും അവരെ പറ്റിയാണ്. സ്വന്തം ഓരോരുത്തർക്കും അറിയാലോ. അത് കള്ളിപൊളിയിൽ പരലോകത്താണ്. അതാണ് ഇല്ലാമൻ അത്തല്ലാഹി ഖൽബിൻ സലീം, ശുദ്ധമായ ഹൃദയവുമായി റബ്ബിന്റെ അടുത്ത് ചെന്നവർ മാത്രമേ രക്ഷപ്പെടുള്ളൂ. അപ്പൊ ഈ ശുദ്ധമായ ഹൃദയം ഉണ്ടാവാൻ, തഖ്വ ഉണ്ടാവാൻ, അതൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് ആരാധനകൾ ഇവിടെ നമ്മുടെ മുമ്പിൽ തന്നത്. ഒരു ലക്ഷ്യതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് റമദാനിലെ നോമ്പ് എന്ന് പറയുന്നത്. ഈ മാസത്തിലെ നോമ്പ് ഇപ്പം നമ്മുടെ മുമ്പിൽ തൊട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം. നമ്മുടെ മനസ്സിന്റെ ഏറ്റവും വലിയ ശത്രു ആരാന്നറിയാം? ഏറ്റവും വലിയ ശത്രു പിശാചാണ്. ഈ പിശാചാണല്ലോ നമ്മളിങ്ങനെ നന്നായി ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുന്നത്. മോശമായ പ്രവൃത്തിയിലൂടെ കൊണ്ടുപോകുന്നതൊക്കെ ഏറ്റവും വലിയ പങ്ക് ശൈത്താനാണുള്ളത്. അതിന് പല വഴി സ്വീകരിക്കും. ഒരു വലിയ ഇമാമ് പിശാച് മനുഷ്യനെ വഴിപിഴപ്പിക്കുന്ന 7 ഘട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് കുഫറിന്റെ ശിർക്കിന്റെ വഴിയാണ്. ഒരുത്തനെ കാഫറാക്കി ഒരുത്തനെ മുശ്രിക്കാക്കിയ പിന്നെ ഞോരെ കാര്യം നോക്കാമല്ല. പിന്നെ നന്നാവുമ്പോൾ നോക്കിയാൽ മതി ശൈത്താന്. പിന്നെ അങ്ങനെ പോകും. ഇനി അതിന് കിട്ടൂലെങ്കിലോ ഒരുത്തനെ പിശാചിനെ ഒരാളെ കുഫറിലാക്കാനും ശിർക്കിലാക്കാനും കിട്ടൂലെങ്കിൽ അടുത്ത പണി എന്താ പറയുക? ഓനെ ബിദ്അത്തിന്റെ കവാടത്തിലൂടെ കടത്താൻ പറ്റുമോ നോക്കും. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ള തിന്മകളെക്കാളും വലിയ തിന്മയാണ്. പിശാചിന് ഇഷ്ടം അതാണ്. ഒരാൾ വ്യഭിചരിക്കല്, പലിശ വാങ്ങല്, വലിയ വലിയ തിന്മകളുണ്ടല്ലോ. ആ തിന്മയെക്കാളും പിശാചിന് ഒരു ഇഷ്ടം. അവൻ വ്യഭിചരിച്ചിട്ടില്ലെങ്കിലും ആരാധനകൾ ചെയ്യുന്നുണ്ടെങ്കിലും ഓനെ ബിദ്അത്ത് ചെയ്യുന്ന ആളാക്കി മാറ്റുക. അതിന് പണിയെടുത്ത് നോക്കും. അതിന് കിട്ടില്ലെങ്കിൽ അവനെ വലിയ തിന്മകൾ, അതിലുള്ള സാഹചര്യങ്ങളും മറ്റൊക്കെ നോക്കി ഇങ്ങനെ നടന്ന് അതിൽ പെടുത്താൻ നോക്കും. അതില്ലെങ്കിൽ പിന്നെ ചെറിയ തിന്മകളെ അതൊക്കെ നിസ്സാരാക്കി, ചെറുതൊക്കെ നിസ്സാരമാക്കി അങ്ങനെ സ്ഥിരമായി ചെയ്യുന്ന ചെറിയ തിന്മകൾ പിന്നെ വലിയ തിന്മയാവുന്ന. പിന്നെ അനുവദനീയ കാര്യത്തിൽ തന്നെ അതിലങ്ങോട്ട് വ്യാപൃതാക്കുക. അമിതമായ അനുവദനീയം തന്നെ ഒരാൾ കാണുമ്പോൾ എതിർക്കാനൊന്നും പറ്റൂല. പക്ഷെ അനുവദനീയം അതിനുള്ള സമയമൊക്കെ അതിൽ ചെലവഴിച്ചിട്ട് അങ്ങനെ വേറൊരു വാതില്. അവസാനം അദ്ദേഹം പറഞ്ഞത് അഫ്ളൽ ഒഴിവാക്കിയിട്ട് ഫാദിലെടുക്കാൻ, അതിൽ വ്യാപൃത എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഉണ്ടാകും. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് മാറ്റിയിട്ട് പ്രധാനപ്പെട്ടതിന് വലിയ പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ ഉണ്ടാവും. ഒരു പല മേഖലയുണ്ട്. അതിലേക്കൊന്നും ഇപ്പം വിശദീകരിക്കണില്ല. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ മാതാപിതാക്കളോട് പുണ്യം ചെയ്യൽ വലിയ കാര്യമാണ്. അതിനേക്കാൾ സുന്നത്താ നിസ്കാരത്തിനൊക്കെ ഇങ്ങനെ പ്രാധാന്യം കൊടുക്കുക. ഇത് ഏറ്റവും പ്രധാനം ഏതാണ്, ഓരോ സമയത്തും ചെയ്യേണ്ടത്. അങ്ങനെ പല വിഷയങ്ങളുണ്ട് ഇതിൽ. ഞാൻ പറഞ്ഞ പിശാചാണല്ലോ നമ്മളെ പല രൂപത്തിൽ നശിപ്പിക്കാൻ നോക്കണം. ആ പിശാചിനെ കെട്ടിടുന്ന മാസമാണ്. അതാ വലിയൊരു അവസരം അള്ളാഹ് തരിക പറയണേ. അതാണ് വലിയൊരു ഫുർസ, വിലപ്പെട്ട ഒരു സുവർണാവസരം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പിശാചിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെങ്കലക്കിടുന്ന മാസമാണ്. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് നന്നാവാൻ നല്ല അവസരമാണ്. എന്നിട്ടിത് തീരെ ഈ ഭാഗത്ത് ശ്രദ്ധിക്കുന്നില്ലേ, പിന്നെന്ത് ചെയ്യാം? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ കയറുമ്പോൾ 3 ആമീൻ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. റമദാനുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. സഹാബികൾ ചോദിച്ചു, സാധാരണ കാണാത്ത ഒരു കാര്യം ഞങ്ങൾ കണ്ടു, നിങ്ങളുടെ 3 വട്ടം ആമീൻ പറഞ്ഞല്ലോ, അതെന്തിനാ?
അപ്പൊ അതിലൊന്ന് പറഞ്ഞെന്താ, ഉമ്മൻ അദറക്ക റമദാൻ, ഒരാൾക്ക് റമദാൻ മാസം കിട്ടിയിട്ടും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവന് നാശം ഉണ്ടാവട്ടെ. ആമീൻ പറ. നബി ആമീൻ പറയാണ്. പ്രാർത്ഥിക്കുന്നത് ജിബ്രീലാണ്, ആമീൻ പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാനെ പോലെ സുന്ദരമായൊരു അവസരം കിട്ടിയിട്ട് പിന്നെ നന്നാവണില്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? അപ്പൊ എന്താ ചെയ്യുക, നമ്മുടെ മുമ്പിലുള്ള ഈ അവസരം അത് വെറുതെ ഒരു മുമ്പിലൂടെ സാധാ ദിവസങ്ങൾ കടന്നു പോകുന്നത് പോലെ കടന്നു പോകുന്ന ഒന്നായിട്ട് നമ്മൾ കാണണ്ട. ഇതിനൊന്ന് മുൻകൂട്ടി ഒരുങ്ങി അതൊന്ന് മുതലാക്കണം, ഒന്ന് സ്വസ്ഥമായിട്ട്. ആൾക്കാർക്ക് ഭയങ്കര തിരക്കാണ്, ഒന്നിനും സമയമില്ല പറയും. സമയം പണ്ടുള്ളവർക്ക് ഇന്നുള്ളവർക്കൊക്കെ ഒരേ സമയം തന്നെയാണ്. അത് ശ്രദ്ധിച്ചില്ല നിങ്ങൾ? ഇത്ര സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഒക്കെ ഭൗതികതയുടെ പിന്നാലെ ഇങ്ങനെ പോവാണ്. സമയമല്ല, തിരക്കാണ്. എപ്പോഴാണെന്ന് സ്വസ്ഥമായി നിസ്കരിക്കുകയാണ്, ഒരു സമയമല്ല. നിസ്കാരമൊക്കെ കാട്ടിക്കൂട്ടലാണ്. എപ്പോഴാണ് സ്വസ്ഥമായിട്ടൊന്ന് ഖുർആൻ ഓതുക? സമയമല്ല എന്നാ പറയാം, ഒന്നിനും സമയമല്ല. സ്വസ്ഥമായി രാത്രിയുടെ അവസാന യാമങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് റബ്ബിനോട് സംസാരിക്കാൻ എപ്പോഴാ സമയം? അത് പിന്നെയാക്കാന്നാവും, അതിന് മുമ്പ് മരിച്ചു പോകും. സഹാബികളെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല. അവര് 10 ആയത്ത് പഠിച്ചാൽ പിന്നെ അതിൽ എന്തൊക്കെയുള്ള മുഴുവൻ പഠിച്ചിട്ട് അടുത്തയിലേക്ക് നീങ്ങുക. അവർക്ക് സ്വസ്ഥമായി. അവർ ലോകത്ത് ചെയ്ത വല്ല കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടോ? അവർക്ക് ഇതിന് നല്ല സമയം ഉണ്ടായിരുന്നു. എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണ്. അപ്പൊ ഈ ഭൗതിക ലോകത്തിന്റെ പിന്നാലെ ഇങ്ങനെ പോകുമ്പോ അതില്ല ഇതില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ നല്ലോ ശ്രദ്ധിക്കുക. കിട്ടിയ അവസരം ഇനിയൊരു വേറെ റമദാൻ കിട്ടിക്കോളുന്നില്ല, ഇതിനെ കിട്ടുമോ പഠിച്ചാനറിയാം. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് നേടിയെടുക്കേണ്ടാണെന്നൊക്കെ. അപ്പൊ അങ്ങനെയുള്ള അവസരം പോകുമ്പോൾ അത് ശരിക്കും ഉപയോഗിക്കാം. അപ്പൊ ഈ വരുന്ന മാസത്തിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഒന്ന് തന്നെ തുടക്കത്തിൽ ഓതിയില്ലേ, കുത്തിബ അലൈക്കുമുസ് സിയാം, നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. അതിന് ഒഴിവാക്കാൻ പറ്റൂല, നിർബന്ധമാണ്. ബുനിയൽ ഇസ്ലാം അലാ ഖംസ്, ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടത് 5 സ്തംഭങ്ങളിലാണ്. അത് ഏതെങ്കിലും ഒന്നിനെ തകർത്താൽ അവന്റെ ഇസ്ലാം തകരും. അതിലൊന്നാണ് ഇവിടെ എണ്ണി പറഞ്ഞിട്ടുള്ളത്. 5 കാര്യത്തിൽ ഒരു കാര്യം ഏതാണ്? ഈ റമദാൻ മാസത്തിലെ നോമ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കാൻ പറ്റൂല. ഒഴിവാകണമല്ലോ ആർക്കാണ്? അതാ തൊട്ട് താഴെ പറയുന്നുണ്ട്, ഫമൻകാന മിൻകും മരീളൻ, രോഗിയാണെങ്കിൽ, ഔവല സഫർ, അല്ലെങ്കിൽ യാത്രയിലാണ്. നല്ല ബുദ്ധിമുട്ടാണ്, നോമ്പെടുക്കാൻ പറ്റൂലെങ്കിലോ കഷ്ടപ്പെടുത്തുന്നില്ല അള്ളാഹു. അള്ളാഹിന്റെ ദീൻ എളുപ്പമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അന്ന് നോമ്പ് ഒഴിവാക്കിയിട്ട് പകരം വേറെ ദിവസം എടുത്താൽ മതി. ഞാൻ നല്ല ഒരാൾക്ക് സ്ഥിരമായ രോഗമാണ്, മാറാരോഗമാണ്, അല്ലെ വയസ്സായിട്ടുണ്ടോ, ഒരിക്കലും എടുക്കാൻ പറ്റൂല, അങ്ങനെയൊക്കെ ആണെങ്കിലോ അവരാ സ്ഥാനത്ത് ഒരു പാവത്തിന് ഭക്ഷണം കൊടുത്താൽ മതി. ഒരു ദിവസത്തിന് പകരം ഒരു പാവത്തിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ അവന്റെ പ്രശ്നം തീരും. ഇങ്ങനെ കാരണമില്ലാത്തവരോ അകാരണമായി നോമ്പൊഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ തെറ്റാണ്. ഇമാം ദഹബിന്റെ വാചകം പലപ്പോഴും നമ്മൾ ഈ സമയത്ത് കേൾപ്പിക്കലുണ്ട്. വൈന്ദൽ മുഅ്മിനീന മുഖറർ, മോമിനിങ്ങൾക്കിടയിൽ അംഗീകൃതമായൊരു തത്വമാണ് എന്ത്? ഉദറില്ലാതെ റമദാനിലെ നോമ്പൊരുത്തൻ ഒഴിവാക്കിയാൽ ഇന്നൗ ശർറും മിനസ്സാനി, അവൻ വ്യഭിചാരിയേക്കാൾ ദുഷ്ടനാണ്. വ മുദ്മിനുൽ ഖംർ, അതുപോലെ കള്ളിന്റെ അടിമയേക്കാൾ, മദ്യത്തിന്റെ അടിമയേക്കാൾ ദുഷ്ടനാണ്. പിന്നെയോ വ യശുക്കൂന ഫി ഇസ്ലാമി, അവന്റെ ഇസ്ലാമിൽ മുസ്ലിങ്ങൾ സംശയിക്കും, വെറുതെ മുസ്ലിമാ പറഞ്ഞ് നടക്കുകയാണ്. വയകുന്നൂന ബി സന്തക, നിരീശ്വരവാദിയാണോ എന്നൊക്കെ മോമിനിയങ്ങൾക്ക് അവനെപ്പറ്റി വിചാരമുണ്ടാവും. അങ്ങനെ അവന് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ഈ മാസത്തിലെ നോമ്പ് നിർബന്ധമാണ്. അതാരും ഒഴിവാക്കുന്നതിലൊക്കെ പറയില്ല, എന്നാലും ഓർമ്മപ്പെടുത്താൻ അത്ര ഗൗരവമുള്ള വിഷയമാണ്. ഇതെടുക്കേണ്ട വിധം എടുക്കുക എങ്ങനെയാണ്? തിരുമേനി ഈ വിഷയം പറയുമ്പോഴൊക്കെ ഈമാനൻ വഹ്തിസാബൻ എന്ന് പ്രത്യേകം പറയും, ശ്രദ്ധിക്കണം. വെറുതെ ഇങ്ങനെ നോമ്പ് പറഞ്ഞ പലരും എടുക്കലുണ്ട്. ഇപ്പം അത് ഈമാനൊന്നും വേണ്ട, അതിന് ഇഹ്തിസാബും വേണ്ട. ഇഹ്തിസാബ് പുണ്യം ആഗ്രഹിക്കുക, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, അതാണ് അതിന്റെ നിബന്ധന. അപ്പോഴേ നോമ്പ് കൊണ്ട് കാര്യമുള്ളൂ, അല്ലേ ഇല്ല. കാരണം ഈ കാലഘട്ടത്തിൽ എല്ലാവരും നോമ്പെടുക്കുന്നു പറഞ്ഞാൽ പലരും നമ്മൾ കേൾക്കലുണ്ട്. ഈ സമയത്ത് മുസ്ലിങ്ങളല്ലാത്തവരും നോമ്പെടുക്കും. കാരണം ഒക്കെ ഇപ്പം എന്താ, ഡോക്ടർമാരെടുത്ത് ചെന്നാൽ നിയന്ത്രിക്കണം, ഈ ഭക്ഷണം നിയന്ത്രിക്കണം, മറ്റേത് വേണ്ട, ഇത് വേണം, അല്ലെങ്കിൽ കുറച്ച് നോമ്പെടുക്കുക, മറ്റേത് വേണം. അപ്പൊ നമ്മുടെ ശരീരത്തിന് ഗുണം വിചാരിച്ചിട്ടൊക്കെ നോമ്പെടുക്കണമൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ നോമ്പിനെ പറ്റി പറഞ്ഞ ഈമാനൻ വഹ്തിസാബ്, ഈമാനാണ് അതിന്റെ പ്രേരണ. കാരണം അള്ളാഹ് നിർബന്ധമാക്കിയ വിഷയമാണിത്. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അപകടമാണ്. വഹ്തിസാബ്, ഇതിന് എന്തൊക്കെ പ്രതിഫലം പറഞ്ഞിട്ട് അത് മുഴുവനും കിട്ടണം എന്ന നിയ്യത്ത് വെച്ചിട്ടാണ് ഈ നോമ്പെടുക്കേണ്ടത്, അല്ല വേറെ താല്പര്യത്തിനല്ല. അപ്പൊ ഈ ലക്ഷ്യത്തിന് നോമ്പെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണം
കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ അള്ളാഹ് പുറത്തു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പൊതുവെ തന്നെ നോമ്പിനുള്ള കൂലി എന്താ? 1-2 ഹദീസ് മാത്രമേ പറയുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു അമൽ ബിൻ ആദം, ആദമിന്റെ എല്ലാ അമലും അവനുള്ളതാണ് ഒന്നൊഴികെ. ഒരു നന്മക്ക് 10 ഇരട്ടി പ്രതിഫലം. ഹദീസ് ഇങ്ങനെ പറഞ്ഞു പോകുക. എന്നിട്ട് 700 ഇരട്ടിയാവും. പക്ഷെ നോമ്പൊഴികെ ഫൈന്നഹുലി, അത് എനിക്കുള്ളതാണ്. വാന അജ്സിബി, ഞാൻ അതിന് പ്രതിഫലം നൽകും. അത് ഞാൻ തന്നെ കൂലി കൊടുക്കുമെന്ന് പറഞ്ഞാൽ മറ്റീനൊക്കെ അത് തന്നെ കൂലി കൊടുക്കും. പക്ഷെ ഇതിന്റെ മഹത്വമാണ്. ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയും ഇതിപ്പോ 700 ഇരട്ടിന്റെ മീതെ പോകുന്നുള്ള ഈ പറയണത്. മാത്രമല്ല ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്ന മറ്റൊരു കാര്യം എന്താ അറിയും, മനുഷ്യന്മാർ ചെയ്ത തിന്മകൾക്കൊക്കെ മറ്റുള്ളവരോട് ചെയ്ത തിന്മകൾക്ക് പകരമായിട്ട് നമ്മളെ നന്മ എടുത്തു കൊടുക്കുന്നതാണല്ലോ, അറിയാവുന്ന വിഷയമാണല്ലോ. നമ്മൾ മറ്റുള്ളവരോട് അക്രമം കാണിച്ചിട്ടുണ്ട്, ഉൽമ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള പ്രതിവിധി പരലോകത്തുണ്ടാവും. നമ്മുടെ നന്മകൾക്ക് എടുത്തു കൊടുക്കും. പക്ഷെ പണ്ഡിതന്മാർ പറയുക ഹദീസൊക്കെ വെച്ചാൽ നോമ്പ് അതിന് ഒഴിവാണ്. നോമ്പിന്റെ അടുത്തെത്തുമ്പോൾ അള്ളാഹ് നോമ്പ് മറ്റവർക്കൊന്നും കൊടുക്കൂല, അത് തന്നെയാണ് കൊടുക്കും എന്നൊക്കെ അതിന്റെ വിശദീകരണത്തിൽ വലിയ വലിയ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ നോമ്പ് നമ്മൾ ഈമാനൻ വഹ്തിസാബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എടുക്കണം. അത് മുൻകൂട്ടി നല്ലൊരു പ്ലാനിങ് ഇപ്പം തന്നെ വേണം. നേരത്തെ പറഞ്ഞു സമയമല്ല, ഒന്നിനും സമയമല്ല, സമയം ഉണ്ടാക്കണം. ആ നേരം തിരക്കാക്കി നമുക്കിത് സ്വസ്ഥമായിട്ട് ഇത് ശരിക്കും ഉപയോഗിക്കാൻ പറ്റൂല. അതുകൊണ്ട് ശരിക്ക് ഈ റമദാൻ ഇനി നന്നായിട്ട് ഉപയോഗിക്കും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. ഇനി നോക്ക് മറ്റൊരു ഹദീസ്, മൻ സോമ യൗമൻ ഫീ സബീലില്ലാ, അള്ളാന്റെ മാർഗത്തിൽ ഒരു ദിവസം ഒരുത്തൻ നോമ്പെടുത്താൽ തന്നെ അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് 70 വർഷം അകറ്റും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ മൊത്തത്തിൽ നോമ്പിന്. അപ്പൊ റമദാൻ മാസത്തിലെ നോമ്പാണെങ്കിലോ ഒരുപാട് പ്രത്യേകതകൾ. ഒന്ന്, ലോകത്തിന്റെ മാർഗദർശകമായ ഗ്രന്ഥം, ലോകർക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം ഇന്നൊന്നേ ഉള്ളൂ, ശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം. വേറെ ഒന്നുമില്ല. ജനങ്ങളെ നന്നാക്കാൻ, അവരെ ധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ, അവർക്ക് ഈ 2 ലോകത്തും ഗുണം കിട്ടുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാൻ ലോകത്ത് ഇത് മാത്രമേ ഉള്ളൂ. അത് ഖിയാമത്ത് നാൾ വരെ അള്ളാഹ് സംരക്ഷിക്കുമെന്ന് അള്ളാഹ് വാക്ക് കൊടുത്തതാണ്. മറ്റുള്ളതെല്ലാം ഭേദഗതികൾക്ക് വിധേയമാക്കപ്പെട്ടതാണ്. അത് ഏത് കാലത്ത് എഴുതപ്പെട്ടാന്ന് തന്നെ അറിഞ്ഞൂടാ. അത് ഇറക്കപ്പെട്ട ഭാഷകളിലല്ല അത് നിലനിൽക്കുന്നതും. എന്നാൽ വിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും എന്ന് പറയുമ്പോൾ വിശദീകരണവും നിലനിൽക്കും. അങ്ങനെയുള്ള വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസം അത് അള്ളാഹ് തെരഞ്ഞെടുത്തത് റമദാൻ മാസമാണ്. റമദാൻ മാസത്തിന്റെ പ്രത്യേകതകളാണ് അതൊക്കെ. പിന്നെ അതോ അതിന്റെ ഉദ്ഘാടനം എപ്പോഴാണ്? റമദാനിൽ തന്നെ ഖദറിന്റെ രാത്രിയിലാണ്. അതാണെങ്കിൽ 1000 മാസങ്ങളേക്കാൾ മഹത്വമുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് വരാനുള്ളതാണല്ലോ. 83 കൊല്ലത്തേക്കാളേറെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന പ്രതിഫലം കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നത് എനിക്ക് വേണം, ഇത് കിട്ടണം എന്ന് വിചാരിക്കുക. ആ മൻ സോമ റമദാന ഈമാനൻ വഹ്തിസാബൻ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ഈമാനോടുകൂടി നോമ്പ് അനുഷ്ഠിച്ചാൽ അവന്റെ കഴിഞ്ഞ പോയ എല്ലാ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റമദാനിലെ ഓരോ ദിവസവും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുണ്ടെന്ന് പറഞ്ഞു. റമദാനിൽ ഓരോ രാത്രിയും കുറേ ആൾക്കാരെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കും. അപ്പൊ ആ കൂട്ടത്തിൽ നമുക്ക് പെടണം എന്ന് നമ്മൾ വിചാരിക്കുന്നത് വേണം. എല്ലാ ദിവസവും നരകമോചനം നൽകപ്പെടുന്നവരുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ ഒറ്റൊരു കാര്യം പറയാം. ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യം അദ്ദേഹം പറയാണ്, അദ്ദേഹം കണ്ട സ്വപ്നമാണ്. എന്താണ്? 2 വ്യക്തികൾ മുസ്ലിങ്ങളായി, പിന്നെ അവര് മരിച്ചു പോയതിനു ശേഷമാണ് സ്വപ്നം കാണുന്നത്. എന്താണ്? ഒരാൾ കൂടുതൽ ആവേശമുള്ള ഒരാൾ, അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തു മരിച്ചു, രക്തസാക്ഷിയായി. മറ്റേയാൾ പിന്നെ അടുത്ത കൊല്ലമാണ് മരിച്ചത്. പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് ആ ബേക്കിൽ മരിച്ച ആളാണ് പരലോകത്ത് മുമ്പില്. അപ്പൊ ഇതെന്ത് കിനാവ്? വെറും കിനാവാകും. ഏതായാലും അത് നബിയോട് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, അതിലെന്താ അത്ഭുതം? ആ രക്തസാക്ഷിയായതിനു ശേഷം ഇദ്ദേഹത്തിന് 1 കൊല്ലത്തെ റമദാൻ കിട്ടിയില്ലേ, ഇന്ന നിസ്കാരങ്ങൾ കിട്ടിയില്ലേ, മറ്റുള്ള വിഷയങ്ങൾ കിട്ടിയില്ലേ, എങ്കിൽ അവർക്കിടയിൽ അത്ര വലിയ ആകാശഭൂമിക്കിടയിൽ അകലമുണ്ട് എന്നൊക്കെയാണ് ഹദീസിലുള്ളത്. അപ്പൊ ഇതൊക്കെ എന്താ? ഇത് വേണ്ട വിധം അദ്ദേഹത്തിന്റെ രക്തസാക്ഷ്യം ബോധ്യമുണ്ടാവും, ആയിട്ടുണ്ടാവില്ല എന്നുണ്ടാവുള്ളൂ. ഏതായാലും ശരി, അദ്ദേഹം വളരെയേറെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ടും ഈമാൻ അത് മാത്രം പ്രേരണ ആയിക്കൊണ്ട് ഈ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തതുകൊണ്ടാണല്ലോ ഇത് കിട്ടുന്നത്. വലിയ കൂലിയാണ് 1 കൊല്ലത്തെ റമദാൻ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം
കുറേ കാര്യങ്ങളൊക്കെ. ഒന്ന് നമ്മൾ സൂചിപ്പിച്ചത് ഈ നോമ്പിനെ അത് ആചരിക്കേണ്ട രൂപത്തിൽ തന്നെ ആചരിക്കാനുള്ള ഒരു മുൻകരുതൽ നമ്മുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നൊരിക്കൽ കൂടി എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ചയായിരിക്കും റമദാൻ 1. അപ്പോൾ അവിടെ നമ്മൾ ഇനി നമുക്ക് ചെയ്യണം മറ്റൊരു കാര്യം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, സ്വസ്ഥമായി. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിനോടുള്ള മുനാജാത്താണ്. നിസ്കരിക്കാൻ നിന്നാൽ വേറെ പല തിരക്കുകളും, അല്ലെങ്കിൽ നിസ്കാരത്തിൽ യാതൊരു ഖുശൂഇല്ലാതെ അതൊക്കെ ഒന്ന് മാറി, അതൊക്കെ ഒന്ന് കുറ്റം മറ്റു രൂപത്തിലാക്കാനുള്ള ശ്രമം. അപ്പൊ രാത്രി നിസ്കാരം, തറാവീഹ് നമസ്കാരം, അതിനെപ്പറ്റി റമദാനിലെ തറാവീഹ് നിസ്കാരത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ. അവിടെയൊക്കെ ഉണ്ട് ഈ നിബന്ധന. ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമദാനിൽ നിന്ന് നിസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. അപ്പൊ അതിനൊക്കെ ഒന്ന് വേറുള്ള തിരക്കുകളൊക്കെ ഒഴിയുക. മുമ്പുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തിരുന്നു അറിയാം, വേറെ ജീവിത വരുമാനം കാര്യമൊക്കെ ഉള്ളവർക്ക് റമദാന് വേണ്ടിയിട്ട് അന്ന് വേറെ പണിക്കൊന്നും പോകണ്ട, അതിന് വേറെ തന്നെ മുൻകൂട്ടി എന്തൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് ഒരുങ്ങിയിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. ഇത് റമദാനിലും പിന്നെ വലിയ തിരക്കാണ്. നമ്മളിങ്ങനെ സ്വസ്ഥമായിട്ട് ഒരു വിഭാഗത്തിൽ ഏർപ്പെടുക. ഇത് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഈ സുവർണാവസരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുത്. അപ്പോൾ സാധാ മാസം പോലെ കടന്നു പോകും. നിസ്കാരത്തിലേക്ക് വന്ന ശ്രദ്ധ മുഴുവൻ നാനാഭാഗത്താവും, നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയാൽ. അതുകൊണ്ടാണ് സ്വസ്ഥമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളൊക്കെയുള്ള നിസ്കാരവും കാര്യങ്ങളും ആലോചിക്കുകയാണ്. നമ്മളെക്കാൾ തിരക്കുള്ളവരാണത്. അതുകൊണ്ട് നമ്മൾ ഈ മാസത്തിൽ നോമ്പിനെ പറ്റി ഞാൻ പറഞ്ഞതുപോലെ രാത്രി നമസ്കാരം അതൊന്നും നഷ്ടപ്പെടരുത്. പലരും ഇത് ഗൗരവത്തിലെടുക്കുന്നില്ല. നമുക്ക് എങ്ങനെ കണ്ടാൽ മനസ്സിലാവുന്നത്, തുടക്കത്തിൽ ഉഷാറാവും, അവസാനപ്പത്തെ ഏറ്റവും പ്രധാനം, അപ്പോഴൊന്നും മൂപ്പരെ കാണൂല അത്തരം ആൾക്കാരെ. അപ്പോൾ ഓരൊക്കെ ഇത് സാധാ മാസം പോലെ കണ്ടിട്ടുള്ളൂ, ഇതിനൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നൊക്കെയല്ലേ അതിന് മനസ്സിലാക്കാവുന്നത്. അപ്പോൾ ഏതായാലും ശരി, അങ്ങനെയല്ല. റമദാൻ വളരെ പവിത്രമായ മാസമാണ്. പുണ്യങ്ങൾ ഒരുപാട് നമുക്ക് നൽകുന്ന മാസമാണ്. അത് ശ്രദ്ധിക്കുക. ഇനി മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ്. ഒരു സഹാബി നബിയോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? റഅയ്ത ഇൻ ശഹിദ്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിയെ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുപോലെ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലൊക്കെ സാക്ഷ്യം വഹിച്ചു. വസല്ലൈതു സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം നിർവഹിച്ചു. വദ്ദൈതു സക്കാത്തും കൊടുത്തു. വസുംതു റമദാൻ, റമദാനിലെ നോമ്പെടുത്തു. വഖുംതു, റമദാനിലെ രാത്രി നിസ്കരിക്കുകയും ചെയ്തു. അപ്പം മിമ്മൻ ഞാൻ, അപ്പം ഞാൻ ആരായിരിക്കും? അപ്പോൾ നബി പറഞ്ഞു, മിന സിദ്ദീഖീന വശുഹദ, നീ സിദ്ദീഖുകളുടെ കൂട്ടത്തിലായിരിക്കും, ശുഹദാക്കളുടെ കൂട്ടത്തിലായിരിക്കും. അത്ര വലിയ കൂലി ഉണ്ടാവും. ഇതൊക്കെ വേണ്ട രൂപത്തിൽ ചെയ്താലുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ഇതിൽ രാത്രി റമദാനിലെ രാത്രി നിസ്കാരത്തെ പറ്റിയൊക്കെ നീ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതിനൊക്കെ സ്വസ്ഥമായി അതിനുണ്ട് ഒരുങ്ങണം. അതുപോലെ മറ്റൊന്ന്, വിശുദ്ധ ഖുർആൻ പാരായണം. ഖുർആൻ പാരായണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, 10 ആയത്ത് പഠിച്ചാൽ അതെന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാവും. വെറും പാരായണത്തിന് പകരം അത് മനസ്സിലാക്കാൻ നോക്കുക, ഒന്ന് പഠിക്കുക സ്വന്തമായിട്ട്. ഖുർആൻ വളരെ ഉഷാറാന്ന് എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ പറയണം, അതൊന്നുമല്ല, നമുക്ക് സ്വന്തം അനുഭവപ്പെടണം വിശുദ്ധ ഖുർആൻ. നമ്മളൊന്ന് അള്ളാഹുമായുള്ള ഇരുത്തം പോലെയുള്ള ഖുർആനുമായിട്ട് നമ്മളിനി ഇരിക്കണത്. അതിനൊക്കെ നമ്മൾ ഈ മാസത്തിൽ ശരിക്കൊന്ന് സമയം കണ്ടേ മതിയാവും. പിന്നുള്ളത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവം അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. നബി അജ്വദുന്നാസ്, ഏറ്റവും കൂടുതൽ ദാനശീലനായിരുന്നു. എന്നാൽ റമദാൻ വരുമ്പം അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ശക്തമായ നബിന്റെ ദാനം. അപ്പോൾ മുൻകൂട്ടി തന്നെ തീരുമാനിക്കും. പൈസ കുറേ നമ്മൾ മനസ്സിൽ വെക്കുക, ഈ റമദാനിക്ക് ഇത്ര ചെലവഴിക്കണം, സാധാ മാസം പോലെയല്ല, മുൻകൂട്ടി തന്നെ. അല്ലെങ്കിൽ അവിടെ ആരോ വല്ല പിരിവോ മറ്റോ പറയുമ്പോൾ എല്ലാം രക്ഷപ്പെടാൻ വേണ്ടി പണിയെടുക്കുമല്ലോ. ഇതങ്ങനെയല്ല, ഇത് ശരിക്കും മുൻപേ തീരുമാനിച്ചു വെച്ചതാണ്. റമദാനാണ്, വലിയ കൂലിയാണ് ഇതിന്. കാരണം ജിബ്രീൽ നബിന്റെ അടുത്ത് വരും, റമദാൻ ഇങ്ങനെ മാസത്തിൽ ഖുർആൻ ഇങ്ങനെ ഒത്തുനോക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആനുമായുള്ള ബന്ധം കൂടും. അത് വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ദാനം ചെയ്തത് ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെയുള്ള നല്ല നല്ല സൽക്കർമ്മങ്ങൾ. പിന്നെ നമ്മുടെ ഈ മൊബൈൽ ഫോണിലെ ഈ അനാവശ്യമായ കാര്യങ്ങൾ അതൊക്കെ എപ്പം നിയന്ത്രിക്കണം. കാരണം തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ നോമ്പിന്റെ അന്തസ്സത്തെ തഖ്വയാണ്. അതിനെ തെറ്റിക്കുന്നത് നമ്മൾ മൊബൈൽ നോക്കിയാൽ തന്നെ ഇഷ്ടം പോലെ കിട്ടും. അതൊക്കെ നിയന്ത്രിക്കാൻ പഠിക്കണം.
കാരണം മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കാനാണ് നോമ്പ് എന്ന് പറയുന്നത്. ഒരു ട്രെയിനിങ് ആണ്. ആ നേരപ്പം തന്നെ നമ്മളിങ്ങനെ ശീലിക്കണം. വേണ്ടാത്തൊക്കെ അവിടെ ഇങ്ങോട്ട് നോ പറയാൻ നമുക്ക് കഴിയണം. അവിടെ പറ്റേണ്ടത് വേണ്ടത് നോമ്പുകാരനാണ് ഞാൻ. വേറൊരുത്തും ചീത്ത പറഞ്ഞാൽ ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് മാറിക്കണമെന്ന് പറഞ്ഞ പോലെ മൊബൈലിലൂടെ വേണ്ടാത്തൊന്ന് കാണും ഉടനെ ഞാൻ നോമ്പുകാരനാണ് നമ്മൾ പറയണം. അതിക്കൊന്നും പോകണം. നല്ലത് മാത്രം കേൾക്കുക, നല്ലത് മാത്രം. അതൊക്കെ മുൻകൂട്ടി നമ്മൾ ആലോചിച്ച് ചെയ്താൽ നോമ്പിനെ നല്ല നിലക്ക് സ്വീകരിക്കുന്നവരാകും. അല്ലെങ്കിലോ ഇത്ര വലിയ നോമ്പ് കിട്ടിയിട്ടും നബി ആമീൻ പറഞ്ഞല്ലോ, ജിബ്രീൽ ഓൻ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആമീൻ പറഞ്ഞു. അതിൽ നമ്മൾ പെടുന്ന നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ നിലക്കും ഏറ്റവും നല്ല രൂപത്തിൽ പരിശുദ്ധ റമദാൻ സ്വീകരിക്കാനുള്ള തൗഫീഖ് അല്ലാഹ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. അങ്ങനെ റയ്യാൻ എന്ന കവാടത്തിലൂടെ ക്ഷണിക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹ് നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മയൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. واخر دعوانا ان الحمد لله رب العالمين وصلى الله على محمد.